നമസ്കാരം സർ. സാർ ആരാണെന്നറിയാതെ ഞങ്ങൾ കുറച്ച് അപമര്യാദയായി പെരുമാറി. സർ, നിങ്ങളുടെ കാശ് ഞങ്ങൾ കൃത്യമായിട്ട് തന്നോളാം. അതിന് കുറച്ച് സാവകാശം തരണമെന്നേ ഉള്ളൂ. ഞങ്ങൾ നല്ല നിലയിൽ ജീവിച്ചിരുന്നവരാ. ബിസിനസ്സിൽ വലിയ ലോസ്. അതാ ഇത്ര ടൈറ്റ് ആയത്. അതല്ല, സാമ്പത്തിക ഞെരുക്കം. സാറിന്റെ ദേഷ്യം മാറിയിട്ടില്ലെന്നറിയാം. അതാ സോറി പറഞ്ഞിട്ട് പോവാന്ന് കരുതിയത്. പക്ഷെ മോളെ കണ്ടിട്ട് സോറി പറയാൻ വന്നാണെന്ന് തോന്നില്ല. ഗുണ്ടാ പിരിവിന് വന്ന പോലുണ്ട്. മോളെ സോറി പറ മോളെ. സോറി. നിങ്ങൾ ആരാണെന്ന് അറിയാതെ ഞാനിന്ന് അങ്ങനെയൊക്കെ പെരുമാറിയത്. അണ്ണൻ ആരാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അന്ന് എങ്ങനെയാ പറഞ്ഞേ? ദേഷ്യത്തോടെ. മോടയില്. അതെ, മൊടയായിരുന്നു. അഹങ്കാരത്തോടെ. അഹങ്കാരമായിരുന്നു. നീ എന്തോ വലിയ ഇതുപോലെ. അത് ഞാൻ എന്തോ വലിയ ഇതുപോലെ പെരുമാറിയത്. അതെ, കണ്ണങ്ങനെ ഉരുട്ടാതെ പുറത്തേക്ക് എങ്ങനെ വീഴും. അതോ ഇവിടെ വന്ന് നോക്ക്, കണ്ടിട്ട് തല ഇറങ്ങുന്നു. സോറി. ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. വയ്ക്കോ. അല്ല, മാരി ക്ഷമിച്ചു. വയ്ക്കോ. സർ, അപ്പൊ ബാക്കി കാശ് പതുക്കെ തന്നാ മതിയാവുമല്ലോ അല്ലേ? വലിയ ഉപകാരം സർ. കണ്ടോടി, വലിയ മനസ്സുള്ളത് കൊണ്ടാ ഇതുപോലെ സാറിന് ഹെൽപ്പ് ചെയ്യാൻ തോന്നുന്നേ. അതിന് പകരം എന്നെ കടയുടെ പാർട്ണറാക്കും. നിങ്ങളുടെ കടയിൽ എന്നെ പാർട്ണറാക്കിയേക്കാം. ബാക്കിയുള്ള കാശ് ഞാൻ അങ്ങനെ മുതലാക്കിക്കോളാം. എന്താണ് പറഞ്ഞിട്ട് പോയത്? പാർട്ണർ എന്ന് വെച്ചാ എല്ലാം നല്ലതിന് വേണ്ടിയാ. ഇനി അത് നിങ്ങളുടെ കടയല്ല, നമ്മുടെ കടയാ. ആശംസകൾ. കലണ്ടറിൽ നോക്കിയപ്പോ ഇന്ന് നാളെ കൊള്ളാം. ഇന്ന് മുതൽ നമ്മൾ പാർട്ട്നേഴ്സ്. ഓക്കെ, ഷേക്ക് ഹാൻഡ്. നമ്മൾ ഈ കടയുടെ പാർട്ട്നേഴ്സ് ആണെന്ന് നമുക്ക് മാത്രമേ അറിയൂ. നാട്ടുകാരെ നമുക്കത് അറിയിക്കണ്ടേ? കണ്ടോ, ഒരുത്തിതെ ഇങ്ങനെ നിൽക്കുന്നത്. അതെന്തെങ്കിലും ചെയ്യണ്ടേ മാരി? ഇതെങ്ങനെയുണ്ടോ? ഷേപ്പില്ലളിയാ. അളിയാ, ഇതെങ്ങനെയുണ്ട്? ഇതോ? ആഹാ, ഓക്കേടാ. മര്യാദ കഴിച്ചോളാം. കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്. ഗസ്റ്റ് വന്നിരിക്കുന്നുണ്ടല്ലേ? നീ പോയി കാപ്പി എടുത്തോണ്ടാ. പോയി കാപ്പി എടുത്തോണ്ട് വരാൻ. അതൊന്നും വിടില്ല. പോടേ. ഇവിടെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഹാൻഡ് പിക്ക് ഡിസൈനർ. ആരാ? കസ്റ്റമറാ? ഹായ്, സെയിം പിച്ച്. എടുത്തോ, നല്ല കാപ്പിയാണ്. ഡോണ്ട് ഫീൽ ചെക്കറേ.